വെൽക്കം ടു ഗ്ലാം ഫാമിലി അറ്റ് ധന്യ. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഏത് മരത്തിൻ്റെ ചുവട്ടിലാണെന്നറിയോ? ഇതാണ് ആഫ്രിക്കൻ പാം ട്രീ. നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലെ തന്നെ പനമരങ്ങളുണ്ട്. പക്ഷെ ആ പനമരങ്ങളുള്ളത് എവിടെയാണെന്നോ ഞങ്ങളുടെ ഏരിയയിൽ അത്ര ഇല്ലാത്തത് കൊണ്ട് തന്നെ കൂടുതലായിട്ട് എനിക്കറിയില്ല. പക്ഷേ ഇവിടുത്തെ ഈ പാം ട്രീനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു. ആ സമയത്ത് കാറിൽ പോകുന്നവർക്ക് നമ്മളെ നോക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ പാം ട്രീയെ കുറിച്ച് എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. പാം ഓയിൽ ഉണ്ടാക്കാനാണ് മെയിനായിട്ട് ഈ പാം ട്രീ യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ സീഡ് നോക്കൂ, ഇതിൻ്റെ സീഡ് കണ്ടോ? ഇതുപോലെ ഒത്തിരി കുലകളുണ്ടായിരിക്കും ഇതിൽ. ഇതിപ്പോൾ പഴുപ്പാവുന്നേ ഉള്ളൂ, പഴുപ്പായി വരുന്നേ ഉള്ളൂ. ഒരുപാട് പാം ട്രീയിൽ തന്നെ ഒരുപാട് കുലകളുണ്ടായിരിക്കും. കുലകളിലുള്ള കായകളിൽ ഒത്തിരി എണ്ണ ഉണ്ടായിരിക്കാം. അത് കൂടാതെ ഇതിൻ്റെ പാകമായി കഴിയുമ്പോൾ ഒരു പ്ലം നിറത്തിലായിരിക്കും ഇതുണ്ടാവുക. റെഡ് നിറത്തിൽ ഒരു പ്ലം പോലെയായിരിക്കും ഇതുണ്ടാവുക. ഉച്ച നല്ല കാറ്റുള്ള സമയമാണ്. അപ്പം നല്ല സുഖമുണ്ട് ഇവിടെ നിൽക്കാൻ. അതിന് ചുറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് കുലകളായിട്ടുള്ളത്. ഈ കുലയിലാണ് ഈ പാമ്പിൻ്റെ ഈ സീഡ് അടങ്ങിയിട്ടുള്ളത്. കുലകളിൽ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 5 കിലോ മുതൽ 30 കിലോ വരെ വെയിറ്റും ഉണ്ടായിരിക്കുന്നുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ബ്യൂട്ടി പ്രൊഡക്ട്സിനും സോപ്പ് ഉണ്ടാക്കാനും അതുപോലെ ചില ഔഷധക്കൂട്ടുകൾക്കും എല്ലാം ഈ പാം ട്രീയുടെ ഈ കായകൾ ഉപയോഗിക്കാറുണ്ട്. ഇനി ഇത് പഴുത്ത് പാകമായിട്ടില്ല. ഇത് പഴുത്ത് പാകമായതിനു ശേഷം ഇവിടെയുള്ള ഗാനിയൻസ് എന്താണ് ഇത് വെച്ച് ചെയ്യുന്നത് നമുക്ക് കണ്ടാലോ? നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കം ഓൺ ഗൈസ്. ഗായ്സ്, അപ്പം ഇതാണ് കെൻസിൽ, നമ്മുടെ അയൽവാസിയാണ്. അപ്പം നമ്മൾ ഇതിലൂടെ ഒരു ദിവസം പാസ് ചെയ്യുന്ന സമയത്ത് കെൻസിൽ ഇതുപോലെ ഇരുന്നിട്ട് ഈ പാം ട്രീയുടെ ഇതെടുത്തിട്ട് ഇങ്ങനെ കുരുവെല്ലാം വേർതിരിക്കുന്നത് കണ്ടു. അപ്പോൾ ഞാനൊരു ആകാംക്ഷയുടെ പുറത്ത് എന്താണിതെന്ന് വന്ന് ചോദിച്ചായിരുന്നു. നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കാര്യമായിട്ട് അവൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇവൻ പറയുന്നത് ഈ മരത്തിൻ്റെ മുകളിൽ നിന്നാണ് ഇത് പറിച്ചെടുത്തത്. ഇതുപോലെ കൊലകളായിട്ടുള്ളതെന്ന് നമ്മൾ ഈ സീഡ് മാത്രം വേർതിരിച്ചെടുത്ത് ഇതുപോലെ കപ്പിലാക്കി വെച്ചിട്ടുണ്ട്. ഇവർ പറയുന്നതനുസരിച്ച് ആദ്യം ഇവരിത് ബോയിൽ ചെയ്യും, നന്നായിട്ട് തിളപ്പിച്ചെടുക്കും. അത് തിളപ്പിച്ച് വേവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ കൂടെ ഗാർഡൻ എഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമുണ്ട്. ഇതാ നമ്മുടെ കാണുന്ന ഈ ഫോട്ടോയിൽ കാണുന്ന അതേപോലെയാണ്. നമ്മളൊന്നും ഭക്ഷണത്തിൽ അധികം യൂസ് ചെയ്യാറില്ല, പക്ഷെ ഇവരത് യൂസ് ചെയ്യും. പ്രഗ്നൻസി ടൈമിലൊക്കെ ബ്ലഡ് കൂടുതൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നല്ലതാണത്. പിന്നെ നമ്മളൊക്കെ കറികളിൽ സാധാ യൂസ് ചെയ്യുന്ന പോലെ തക്കാളി, ഉള്ളി, അതിൻ്റെ കൂടെ മുളക് പൊടി ഇട്ടിട്ട് അവരുണ്ടാക്കുന്നതാണ് പറഞ്ഞു വരുന്നത്. അതിൻ്റെ കൂടെ ഫിഷും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണെന്ന്. ഇറ്റ്സ് വെരി ടേസ്റ്റി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. കൂടാതെ ഈ ഞാൻ തരുന്ന ചെറിയ ചെറിയ അറിവുകളാണ്, എനിക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായിട്ട് പകർന്നു തരുന്നത്. അപ്പം മറ്റുള്ളവർക്കും ഈ അറിവുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് തുടർന്നും ഇതുപോലുള്ള ആഫ്രിക്കൻ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.